കേരളം ഇതുവരെയും അനുഭവിക്കാത്ത വേനൽ ചൂടിലൂടെ കടന്നു പോവുകയാണ്. കൊല്ലം ജില്ലയെ സംബന്ധിച്ച് ഇവിടുത്തെ അസഹനീയമായ ചൂട് പാലക്കാട് ജില്ലയ്ക്കൊപ്പം എത്താനുള്ള സാധ്യതകൾ കാണുന്നു. അന്തരീക്ഷ ആർദ്രത ഉയരുന്നത്, എൽ നിനോ പ്രതിഭാസം, UV രശ്മികളുടെ അളവ് കൂടുന്നത്, വേനൽ മഴയുടെ കുറവ് ഇവയെല്ലാമാണ് ചൂട് കൂടാനായിട്ടുള്ള കാരണങ്ങൾ. ഇതുകൂടാതെ വനനശീകരണം, കെട്ടിട നിർമ്മാണം തുടങ്ങിയ പ്രാദേശിക കാരണങ്ങൾ കൊണ്ടും ചൂട് വർദ്ധിക്കുന്നു. ഈ ചൂടിന്റെ ഭീഷണി ഏറ്റവും കൂടുതൽ നേരിടുന്നത് തുറസായ സ്ഥലങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളും കച്ചവടക്കാരുമാണ്. കൊല്ലം ആശ്രാമം മൈതാനത്ത് ഡ്രൈവിംഗ് പഠനം, സ്പോർട്സ് പ്രാക്ടീസ്, പലതരത്തിലുള്ള എക്സിബിഷൻ, ഫെസ്റ്റുകൾ, കൊല്ലം പൂരം എന്നിവ നടത്തപ്പെടുന്നു. ഇവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊല്ലം കോർപ്പറേഷൻ, തൊഴിലുറപ്പ് പദ്ധതി, DTPC എന്നിവയിൽ നിന്നുള്ള തൊഴിലാളികളാണ്. വിശാലമായ ഈ മൈതാനത്ത് കൊടും ചൂടിൽ നിന്ന് ജോലി ചെയ്യുന്ന ഇവർ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. എൻ്റെ പേര് ഗീത. ഞാൻ താമസിക്കുന്നത് പ്രാപ്പറ. ഞങ്ങളുടെ കോർപ്പറേഷൻ ജോലി എന്ന് പറയുന്നത് രാവിലെ 6:30 തൊട്ട് 1 മണി വരെ ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത്. ഈ ചൂട് സമയമായതുകൊണ്ട് ഞങ്ങളിപ്പം ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് 11:30 ആകുമ്പോഴത്തേക്ക് നിർത്തി. അതുവരെയുള്ള ചൂട് നമ്മൾ കൊണ്ടല്ലേ പറ്റൂ. നമ്മുടെ ജോലിയുടെ ഇപ്പം ഈ പൂരം നടന്നതുകൊണ്ട് പൂരത്തിൻ്റേതായ ഒരു ചപ്പും ചവറും എല്ലാം ഇപ്പോൾ ഇവിടെ കിടക്കുക. അത് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തൊഴിലുറപ്പുകാരും ഉണ്ട്. എല്ലാം നമ്മൾ ചെയ്യേണ്ട ഭാഗങ്ങളെല്ലാം നമ്മൾ ചെയ്ത് ക്ലീനാക്കി കൊടുക്കും കൊല്ലണ്ടാവുന്നത്രയും. ഇപ്പം ഈ സമയത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് ഈ വെയിലും എല്ലാം കൊണ്ടല്ലേ പറ്റൂ. അത് നമ്മൾ കൊണ്ട് അതിനനുസരിച്ചുള്ള ജോലി ഭാരവും ഉണ്ട്. നമ്മൾ ചെയ്തേ പറ്റൂ. എന്തായാലും ചൂട് കൂടുമ്പോൾ നമ്മൾ അതിന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആ ജോലി സമയത്ത് ഇറങ്ങുകയും ചെയ്യും. ഭയങ്കര ചൂട്, സഹിക്കാൻ വയ്യാത്ത ചൂട് സഹിക്കാൻ വയ്യ. ദേഹം മൊത്തം അങ്ങ് പൊള്ളിയ കുരുപ്പുകളൊക്കെ അങ്ങ് വരിക ശരീരം മൊത്തം എല്ലാവർക്കും. നമ്മുടെ ജോലി അതായതുകൊണ്ട് നമ്മൾ ചെയ്തതന്നെ പറ്റും. ഞങ്ങളിപ്പോൾ ഒരു 8 പേരുണ്ട്. വലിയ ശുചീകരണ തൊഴിലാളികൾ കുറവാണ്. ശുചീകരണ തൊഴിലാളികളില്ല നമുക്ക്. ആളില്ലാത്തത് കൊണ്ട് നമ്മൾ ഉള്ള ആളിനെ കൊണ്ട് മൈതാനം വൃത്തിയാക്കുന്നത്. അതിനുവേണ്ടി ആളില്ല. റിട്ടയർഡ് ആവുന്നതിനനുസരിച്ചുള്ള ആൾ കയറുന്നത്. നമുക്ക് 1 മണി വരെ ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത്. ഈ വെയിൽ ഇപ്പോൾ ഈ അധിക ചൂടായതുകൊണ്ട് നമുക്കിപ്പം ജോലി ഭാരം കുറച്ച് തന്നു. എന്നുവെച്ചാൽ ഒരു 12 മണി വരെ. 1 മണി വരെ ഉള്ളതിന് 11:30 11:45 ഞങ്ങൾ ജോലി നിർത്തും. 12 മണി വരെ മാക്സിമം 12 മണി വരെ വയ്ക്കേണ്ടി. ഇത്രയൊരു ദിവസം. എന്നാലും നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ ചൂടല്ലേ. രാവിലെ 8:30 ആകുമ്പോഴത്തേക്ക് ചൂട് തുടങ്ങുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവരവരെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ രണ്ടാമത്തെ ഡ്യൂട്ടിക്കാണ് ഈ മൈതാനം വന്ന് ഇപ്പം ക്ലീൻ ചെയ്ത്. ഈ മൈതാനം ഇത് പൂരം നടന്നത് കൊണ്ടാണ് മൈതാനം മൊത്തം ഇപ്പം ക്ലീൻ ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവർ ഈ റൗണ്ട് ചുറ്റി ബീച്ച് ഇങ്ങനെ ഓരോ ഭാഗത്ത് സാർമാർ പറയുന്നതിനനുസരിച്ച് നമുക്ക് ജോലി ചെയ്യാം. പേരുമായ കോർപ്പറേഷൻ്റെ ശുചീകരണ തൊഴിലാളിയാണ്. 7 വർഷത്തോളമായി ജോലിക്ക് കയറിയത്. സ്ഥിരമായിട്ട് 2 വർഷമായുള്ളൂ. ആദ്യം എംപ്ലോയ്മെൻറ്റായാലും കയറിയത്. ഇപ്പം സ്ഥിരമായിട്ട് 2 വർഷമായുള്ളൂ. കടുത്ത ചൂട് കാരണം വളരെ അസഹനീയമായിട്ട് ജോലി ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയാണ്. ബീച്ചിലും പോയി ഈ 12 മണി വരെ ബീച്ചിൽ ഭയങ്കര ജോലിയാണ്. ബീച്ചിൻ്റെ അകം അവർ ടൂറിസ്റ്റക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ കുറവില്ല ഞങ്ങളെ ക്ലീൻ ചെയ്യുന്നത്. അവധിയും ഇപ്പോഴത്തെ ചൂടും എല്ലാം കൂടെ ആയിട്ട് വലിയ വിഷയങ്ങളാണ്. കലോത്സവത്തിൻ്റെ ഞങ്ങൾ വെളുപ്പിനെ വരും. അടുത്ത ഓരോ ദിവസവും പ്രോഗ്രാം കഴിയുന്നതിൻ്റെ അടുത്ത് വെളുപ്പിനെ വന്നാണ് ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നത്. അടുത്ത പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്ത് മാറ്റാം. അങ്ങനെ അത്രയും ദിവസവും കലോത്സവത്തിൻ്റെ അത്രയും ദിവസവും നമ്മൾ തന്നെ ക്ലീനിങ് ചെയ്തു. കോർപ്പറേഷൻ കയറി ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് ഈ പൂരം കഴിഞ്ഞ അടുത്ത ദിവസത്തെ തുടങ്ങി പരിപാടി ചെയ്തു. അത് തന്നെ ഇപ്പം നമുക്ക് സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. നമ്മൾ ആ ചൂടത്തിൽ നിന്നാണ് ഈ ജോലി ചെയ്യുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ദേഹം മൊത്തവും ചൂട് ഒരുപോലെ വന്നിട്ട് വിയർത്ത് ദേഹമൊക്കെ അഴുകിയൊക്കെ ഇരിക്കുകയാണ്. നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ചൂട്. ഇപ്പോഴത്തെ കാലാവസ്ഥ ഇവിടെ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ചെയ്തതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. വർഷം തോന്നുമ്പോൾ അയ്യാടികളും ഉണ്ട്. എന്നാൽ ഈ ബുദ്ധിമുട്ടുകളിൽ തളരാതെ അവർ പാട്ടുകേട്ടും പാട്ടുപാടിയും ഉന്മേഷത്തോടെ ജോലി ചെയ്യുന്നു.
ചെടികൾ നല്ല രീതിയിൽ വളരാനായിട്ട് ജലലഭ്യത ആവശ്യമാണ്. ഇതില്ലാതാകുമ്പോൾ അത് ചെടികളുടെ വളർച്ചയെ ബാധിക്കുന്നു. ചൂട് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ആശ്രമം മൈതാനത്ത് ചെടികളുടെ സ്റ്റോൾ നടത്തുന്ന വ്യക്തി സംസാരിക്കുന്നു. എൻ്റെ പേര് സജി ജോൺ. ഞാൻ താമസിക്കുന്നത് കേരളം. ഇപ്പോൾ ഏകദേശം ഒരു 39-40 ഡിഗ്രി വരെ ചൂടുള്ള ഒരു സമയത്ത് ഞാനിവിടെ ഒരു ആശ്രമം മൈതാനത്ത് ഒരു ചെടിയുടെ ഒരു സ്റ്റാളായിട്ട് നടത്തിയാണ്. അവിടെ ഈ 40 ഡിഗ്രി ചൂടിനെ അതിജീവിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം വൈകുന്നേരങ്ങളിലുള്ള ഒരു 4-5 മണി 6 മണി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ചൂടിനൊരു ശമനമുള്ളൂ. മൈതാനമായതിൻ്റെ പേര് കാര്യം ഇത്രയ്ക്ക് നല്ല ശക്തമായ ചൂടാണത്. തുറസായ സ്ഥലമായതുകൊണ്ട് ഭയങ്കര കാറ്റ് തന്നെ, ചൂട് കാറ്റ് അടിക്കുന്നത് തന്നെ. പിന്നെ ഇതിനെയൊക്കെ അതിജീവിക്കുന്ന വെള്ളം കുടിച്ചൊക്കെ അതിജീവിക്കുകയാണ്. വെള്ളം മൊത്തം വിയർത്ത് പോയിട്ട് അതാ ചുമ്മാ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ വിയർത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വെള്ളം കുടിച്ച് അതിനെ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ്ട് കുറച്ച് ഒരു 7 മാസം കൊണ്ടുള്ളൊരു പരിപാടിയാണ്. ചൂട് സമയമാണ്ട് നമ്മൾ ഏതാണ്ട് ഒരു 2-3 മണിക്കൂർ ഇടവിട്ട് നല്ലപോലെ വെള്ളം ഈ ചെടികൾക്ക് നല്ലപോലെ വെള്ളം കൊടുക്കണം. കാര്യം വെള്ളം കൊടുത്ത് ഒരു 1 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഇതങ്ങ് വാടിയ കാര്യം അത്രയ്ക്ക് ശക്തമായ ചൂടടിക്കുന്നത്. ചില ചെടികൾക്ക് താങ്ങാനൊക്കാത്ത ചെടികളുണ്ട്. അതിനെയൊക്കെ എടുത്ത് പ്രത്യേകം മാറ്റി വയ്ക്കുക ഈ ചൂട് സമയമായതിൻ്റെ പേര്. പിന്നെ ചെയ്യാവുന്ന കുറേ ഷെയ്ഡ് നെറ്റും എല്ലാം മനസ്സിൽ കിട്ടിയിട്ട് എത്ര നെറ്റ് കിട്ടിയാലും ചില ചെടികൾ താങ്ങില്ല ഈ ചൂടിനെ. പിന്നെ വെള്ളം സ്പ്രേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 2 മണിക്കൂർ ഇടവിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ടിരുന്നു. ബിസിനസ്സിനെ നല്ല രീതിയിൽ ഈ ചൂട് സമയമായതുകൊണ്ട് ആളുകൾക്ക് വാങ്ങി വെക്കാനായിട്ട് വെള്ളം മിക്കവാറും ഉള്ള സ്ഥലങ്ങളിൽ വെള്ളമില്ല. വെള്ളമില്ലാത്തതുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് വെള്ളമാണ്. അപ്പോൾ ആൾക്കാർ ചെടി വാങ്ങാൻ ചെടി ഇതിനകത്തോട്ട് കയറിയിട്ട് അവർ പറയുന്നത് കുടിക്കാൻ ഞങ്ങൾക്ക് വെള്ളം കിട്ടത്തില്ല, പിന്നെ എങ്ങനെ ചെടി വെച്ചാൽ അതിന് വെള്ളം കൊടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. കാര്യം ഈ വെള്ളം ഈ ഒരു ചൂട് സമയം എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിനെ ഏറ്റവും ബാധിക്കുന്നൊരു സമയം തന്നെയാണ്. പിന്നെ ചൂട് സമയത്താണ് പൂക്കൾ കൂടുതലും ഉണ്ടാകുന്നത്. കാര്യം ഒരുപാട് മഴ സമയത്ത് പൂക്കൾ പൊതുവെ ഡിമ്മായിരിക്കും. ചൂട് സമയത്താണ് പൂക്കൾ കിട്ടുന്നത്. പിന്നെ നല്ല 2 മഴ പെയ്താൽ വലിയ ഉപകാരമായി. കാര്യം ജനങ്ങൾക്കും ചെടികൾക്കും പക്ഷികൾക്കും എല്ലാം ഈ മൈതാനത്ത് പട്ടികൾ വന്ന് ഞങ്ങൾ വെച്ചേക്കുന്ന ആമ്പൽ നിറച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളമാണ് കുടിക്കുന്നത്. കുടിക്കുന്ന അനുസരിച്ച് ഞാൻ വീണ്ടും നിറച്ച് വയ്ക്കും. കാര്യം ഈ പട്ടി കഷ്ടം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവരുടെയൊക്കെ ആ ഒരു ഗതി. അത്രയ്ക്ക് ചൂട് സഹിക്കാൻ വയ്യാത്ത ചൂട്. ആശ്രാമം മൈതാനത്ത് വർഷങ്ങളായി ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ അവിടുത്തെ അസഹനീയമായ ചൂടിനെക്കുറിച്ച് സംസാരിക്കുന്നു. പേര് ഷാജിദാണ്. 10-25 വർഷമായി ഡ്രൈവിംഗ് സ്കൂളുമായിട്ട് ബന്ധമുണ്ട്. ഈ 25 വർഷത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മഴയും വെയിലും കൊണ്ട് മനുഷ്യന് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയായിരിക്കുന്നത്. പിന്നെ ടെസ്റ്റിലൊക്കെ പോയാൽ തന്നെ 3-4-5 മണിക്കൂർ നമ്മളവിടെ നിന്ന് കഷ്ടപ്പെടുകയാണ്. ഈ ചില സമയത്തൊക്കെ നമ്മൾ ജോലി ചെയ്യാൻ പറ്റാതെ നമ്മൾ ഓടി തണൽ പിടിച്ച് മാറുകയാണ്. വെള്ളമൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ നിന്ന് വെയിലുകൊണ്ടാണ് ഒഴുകുകയാണ്. നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. വലിയ ചൂട് കാറ്റാണ് അടിക്കുന്നത്. മഴ പെയ്ത് കഴിഞ്ഞാൽ അടുത്ത 4 ഇരട്ടി ചൂടാണ്. എല്ലാം സഹിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ജീവിത പ്രശ്നമായിട്ട് മാറി നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ. ആശ്രമം മൈതാനത്തെ അപേക്ഷിച്ച് വൃക്ഷങ്ങളുണ്ടെങ്കിൽ പോലും ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന സ്ഥലമാണ് ചിൽഡ്രൻസ് പാർക്ക്. ഇവിടെ കൊല്ലം കോർപ്പറേഷൻ, തൊഴിലുറപ്പ്, DTPC എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ ജോലി ചെയ്യുന്നു. കൊടും ചൂടിൽ രാവിലെ മുതൽ ഉച്ചവരെ ജോലി ചെയ്യുന്നവർക്ക് പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുന്നു. DTPCയിലെ തൊഴിലാളികൾക്ക് തുച്ഛമായ മാസവരുമാനമാണ് ലഭിക്കുന്നത്. ESIയോ മറ്റ് ആനുകൂല്യങ്ങളോ അവർക്കില്ല. അസുഖം മൂലമോ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്കോ ലീവ് എടുത്താൽ ആ ദിവസത്തെ വേതനം നഷ്ടമാകുന്ന അവസ്ഥയാണ്. ചിൽഡ്രൻസ് പാർക്കിലെ ക്ലീനിങ് സെക്ഷനിൽ നിൽക്കുന്ന ഒരു തൊഴിലാളി. ഞങ്ങളുടെ ഡ്യൂട്ടി സമയം 8:30 മുതൽ 1:30 വരെയാണ്. ഈ വെയിലായാലും മറ്റെന്ത് കാരണങ്ങളായാലും ജോലി ചെയ്യണം. ഇപ്പം പിന്നെ ബീച്ചിലും അന്നക്ഷയിലൊക്കെ നിൽക്കുന്നവർക്കൊരു കൺസെഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. നേരത്തെ കയറിയിട്ട് നേരത്തെ ഇറങ്ങാം. അത് ഈ വെയിലായതുകൊണ്ടാണ്. എല്ലായിടവും ജോലി ഇഷ്ടപ്പാടാണ്. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം അല്ലാതെ മറ്റൊരു ആനുകൂല്യങ്ങളും ഞങ്ങൾക്കില്ല. ഒരു ESI ആവട്ടെ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങളായിട്ട് ഒന്നുമില്ല. ബോണസ് പോലും ഇല്ല. ചൂടായി കഴിയാത്ത ഇങ്ങനെ വെയിലടിച്ച് സൂര്യാഘാതമാണ്. വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാം. അതിന് പ്രശ്നമൊന്നും പറയുന്നില്ല. റെസ്റ്റ് എടുക്കാം. പക്ഷേ എങ്കിലും നമ്മുടെ ജോലി തീരണ്ടേ. നമ്മൾ റെസ്റ്റ് എടുത്തിരുന്നാൽ ജോലി തീരത്തില്ല.
നമ്മുടെ ഡ്യൂട്ടി ടൈമിനാണ് നമ്മുടെ ജോലി തീർക്കണമെന്ന് നമുക്കൊരു നിർബന്ധം. അതായത് ഞാൻ പെണ്ണ് 2 പേരാണ്. അപ്പോൾ അത്രയും ജോലി നമ്മൾ തീർക്കേണ്ട ജോലിയാണ്. എന്ത് കാലാവസ്ഥയിലും ഇതെല്ലാം ചെയ്തത് ചെയ്യുകയും ചെയ്യണം. ഇച്ചിരി വെയിൽ കൂടുതൽ കൊണ്ടുവരുമ്പോഴാണ് അപ്പം ശരീരത്തിന് തളർച്ചയാൻ തോന്നുന്നത്. പ്രതിവിധി എന്താണെന്ന് നെറ്റിസിക്കേണ്ടത് അവരുടെ ടൈം ഒന്ന് കറക്റ്റ് ആക്കാമെന്നല്ലാതെ മറ്റൊന്നും പറ്റില്ലായിരിക്കും. 3 മാസം വരെ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് സാലറി ഇല്ലായിരുന്നു. അപ്പോൾ ഈ ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് 1-ാം തീയതി വന്നോലെ 20-ാം തീയതി വരെ, പിറ്റേ 20-ാം തീയതി വരെ 44 ഞങ്ങൾക്ക് കിട്ടിയത്. ഇപ്പോൾ പിന്നെ കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് ശമ്പളം വേണം. പിന്നെ ശമ്പള വർധന ഉണ്ടായിട്ട് 4 വർഷമായി. ഒരു ആനുകൂല്യം എത്തി നോക്കുന്നില്ല. അപ്പോൾ ESIയുടെ ആനുകൂല്യമോ പിരിഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഇതോ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കതൊരു ആശ്വാസമാണ്. പക്ഷേ ഇതൊന്നും തന്നെ ഇല്ല. തളർച്ച വന്നാലും ക്ഷീണം വന്നാലും തലപ്പുറത്ത് രോഗം വന്നാലും ഇനി എന്ത് വന്നാലും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് നമുക്ക് ചികിത്സിക്കാനുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡ്യൂട്ടിക്ക് വരാതെ വരിക്കന്നെ നമുക്ക് അന്ന് സാലറി കട്ട് ചെയ്യും. ഡ്യൂട്ടിക്ക് വന്നില്ലെങ്കിൽ സാലറി ഇല്ല. അതിൻ്റെ ആകപ്പാട് 2 ഓഫാണ് നമുക്ക് കിട്ടുന്നത്. ഒരു മാസത്തിൽ 2 എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നവർക്ക് എത്തിക്കണം. ഗവൺമെൻറ് അതാണ് ചെയ്യേണ്ടത്. ഇവിടുത്തെ മൊത്തം അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം ഇവിടെ ജോലി ചൂടത്തെ ജോലി ചെയ്യുമ്പോൾ ശരീരത്തിന് കുഴച്ചിലുണ്ട്, തളർച്ചയുണ്ട്, പിന്നെ ചൊറിച്ചിൽ. ദേഹം മൊത്തം പലർക്കും ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടി ചൂട് പൊങ്ങുന്നുണ്ട്. ഇതാ ജോലി സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. ഇതെന്ന് വെച്ചാൽ 4 വർഷമായി എനിക്ക് ശമ്പള വർധന ഉണ്ടായിട്ട് 3 വർഷമായി യൂണിഫോം കിട്ടിയിട്ട് മറ്റ് യാതൊരു ആനുകൂല്യങ്ങളും ഇല്ല. ഇതൊക്കെ തന്നെ ഇവിടുത്തെ അവസ്ഥ. ഈ അവസ്ഥയൊക്കെ ഒന്ന് മാറി വരണം. എന്തായാലും കൂടെ അതിനു വേണ്ടി ഒരു പരിശ്രമം. വേനൽ കാലാവസ്ഥയിൽ ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും പൊതുവേ ഈ സമയത്തിലൊരു ക്രമീകരണം കൊടുത്ത്, അല്ലെങ്കിൽ അവർക്ക് ഇവിടുത്തെ സംബന്ധിച്ച് ഇവിടെ റെസ്റ്റ് ഉണ്ട്, അവർക്ക് എപ്പോൾ റെസ്റ്റ് ചെയ്യാം, ആ സമയത്ത് റെസ്റ്റ് ചെയ്യാം. പക്ഷേ ചൂടിപ്പോൾ ആർക്കും താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയില്ലേ. ഞങ്ങൾക്ക് പോലും, ഞാൻ ടിക്കറ്റിംഗ് കൗണ്ടറിൽ ഇരിക്കുന്നതാണ്, പക്ഷേ ഞാൻ പോലും കൗണ്ടറിൽ ഇരിക്കത്തില്ല, ഈ മരച്ചുവട്ടിലായിരിക്കുന്നത് ചൂട് കൊണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത്യാവശ്യം വരുന്ന ESI, PF അങ്ങനത്തെ കാര്യങ്ങൾ, ഞങ്ങളുടെ സാലറി വർധനവ് അതൊക്കെ വേണം. അതല്ല ഇപ്പോൾ ഈ ഒരു അസുഖം വന്നാൽ പോലും നമ്മൾ ജസ്റ്റ് ലീവ് എടുത്താൽ നമ്മൾ വീട്ടിൽ ഇരിക്കാനേ പറ്റൂ, അതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാം പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും എല്ലാം ജോലി ചെയ്യുന്നു. എല്ലാവരെയും ഒരേ പരിഗണനയിൽ വെച്ച് നമുക്ക് എന്തെങ്കിലും ഇനിയുള്ള ഭരണകൂടങ്ങൾ അവരല്ലേ ഇത് ചെയ്യേണ്ടത്. ഇത് മുൻകൈ എടുത്ത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കുള്ള നിറവേറ്റി തരിക. തൻ്റെ കടബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടി റോഡരികിൽ മുട്ടക്കച്ചവടം നടത്തുന്ന ശ്രീമതി ശോഭ കാഴ്ച പരിമിതിയുള്ള വ്യക്തിയാണ്. വെയിലിൻ്റെ കാഠിന്യം മൂലമുള്ള പ്രശ്നങ്ങളും അല്ലാതുള്ള ബുദ്ധിമുട്ടുകളും പങ്കുവയ്ക്കുന്നു. ചൂട് കാരണം വൈകുന്നേരങ്ങളിൽ മാത്രമാണ് കച്ചവടം നടക്കുന്നത്. എന്നാൽ രാവിലെ തന്നെ മുട്ടകളുമായി എത്തി റോഡരികിൽ ഇരിക്കേണ്ട അവസ്ഥയാണ്. എൻ്റെ പേര് ശോഭ എന്നാണ്. ഞാൻ കൊല്ലം സ്വദേശിയാണ്. ഇപ്പോൾ താമസിക്കുന്നത് പെരുമ്പുഴയാണ്. അവിടെ നിന്നാണ് ഈ മുട്ടയൊക്കെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നത്. ഇവിടെ ഭയങ്കര വെയിലും പഴയായാലും പൊക്കിയതുണ്ടെങ്കിലും എല്ലാം തരണം ചെയ്ത് ഇവിടെ പോകണം. പിന്നെ ആൾക്കാരുടെ ശരീരങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ടും ഞാനിവിടെ മഴയായാലും വെയിലാണെങ്കിലും ഇവിടെ നിന്ന് കച്ചവടം ചെയ്തത്. 2 കണ്ണെങ്കിൽ കാഴ്ചയില്ലാത്തതാണ്. കാഴ്ച ജന്മനാ നഷ്ടപ്പെട്ടതാണ്. എന്നിട്ടും ആ വർഷം 40 കൊല്ലം കൊണ്ട് കച്ചവടക്കാരിയാണ്. എനിക്കൊരു മകളുണ്ട്. അവളെയൊക്കെ കെട്ടിച്ച് ഇച്ചിരി സാമ്പത്തികമായിട്ടുള്ള കടമുണ്ട്. ഇവിടുത്തെ വീട്ടിലാണെങ്കിൽ എൻ്റെ ആങ്ങളെയാണ് താമസിക്കുന്നത്. വഴക്ക് കാരണമാണ് ഞാൻ വേറെ ഇപ്പം ഒരാൾ ചെറിയൊരു വീടെടുത്ത് നിന്ന് അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടെങ്കിലും ഞാൻ റോഡിൽ വെയിലിപ്പോൾ ഉച്ചയാകുമ്പോൾ ഭയങ്കര വെയിലാണ്. ഇന്നത്തെ ഞാൻ ഇവിടെ നിന്നാണ് ബാങ്കിലൊക്കെ 10 ലക്ഷത്തോളം കടമുണ്ട് മോളെ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് കച്ചവടം ചെയ്താണ്. ചെറിയ ആൾക്കാരെല്ലാം സഹായിച്ചിട്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ആരും വരില്ല. വൈകുന്നേരം ആകുമ്പോഴേ വരില്ല. ഇപ്പോൾ രാവിലെ വന്നതേ ഉള്ളൂ. വൈകുന്നേരം ആകുമ്പോഴാണ് 10 മണി 9 മണി വരെ ഇവിടെ ഇരിക്കും. അന്നേരമേ കച്ചവടം നടക്കത്തുള്ളൂ. ഉച്ചയ്ക്ക് അങ്ങനെ നടക്കത്തില്ല. വെയിലത്ത് ആരും ഒന്നും മേടിക്കത്തില്ല. അവരാരും ഇറങ്ങത്തില്ല. ചൂട് കൊള്ളാൻ വയ്യ. നമ്മളെ ചൂടിൽ ചേച്ചി എങ്ങനെ ഇരിക്കുന്ന ചേച്ചി എല്ലാവരും ചോദിക്കുന്നു, ചേച്ചി എങ്ങനെ ഞാനിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മോളെ എനിക്ക് ഇരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കടമുണ്ട്. എല്ലാ പെണ്ണിനെ ഏൽപ്പിക്കാൻ പറ്റുമോ? കെട്ടിച്ച പെണ്ണിനെ നമുക്ക് ഏൽപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇന്നെൻ്റെ ചടം ചേർക്കാമെന്ന് പറയുന്നത്. എന്നിട്ട് ആൾക്കാരുടെ ശല്യം ഇവിടെ കാറ് കൊണ്ടിടും, ബസ് കൊണ്ടിടും. ഇപ്പം പോലീസ് അടി വരെ ആയി ഇതിൽ. എന്നിട്ടും ഞാനിവിടെ നിന്ന് കച്ചവടം ചെയ്യുവാണ്. കാറിങ്ങനെ മറവി വന്നിട്ട് ഇടന്നാൽ എനിക്ക് കച്ചവടം ചെയ്യാൻ പറ്റില്ല. മറവ് വന്ന് കിടക്കും. എന്നിട്ട് നിങ്ങൾ റോഡിൽ നിങ്ങൾക്ക് പതിച്ച് തന്നോ അതാ ഇതാന്നൊക്കെ. എന്നിട്ട് ഞാനിവിടെ നിന്ന് അടികൂടിയായാലും ഞാനിവിടെ ഞാൻ പറഞ്ഞു ഞാനിവിടെ ചത്തി ഇടന്നാലും കൊള്ളാം കടം തീരാതെ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെന്ന് പറയാം. എൻ്റെ മറ്റൊരു വണ്ടി ഉണ്ടായിരുന്നു. ഒരു TC-കാരങ്ങ് കൊണ്ടുപോയത്. TC-കാർ കൊണ്ടുപോയി എൻ്റെ ഒരാൾക്ക് പണയം വെച്ചപ്പോൾ അയാളെ കൊണ്ടുപോയതാണ്. തിരിച്ചു പോലും അത് ഞാൻ പൈസ ഇവിടെ ഒന്ന് 500 വീതം കൊടുത്തതാണ്. അത് ഏൽക്കുന്നു പോലീസുകാരും അവരുടെ സൈഡ്.
എന്നിട്ട് പോലും നമ്മളിവിടെ ഇപ്പം ഇനി ഒരു വണ്ടിയുണ്ട്, ആ പഴയ വണ്ടിക്കകത്ത് ഞാൻ മൊത്തം കൊണ്ടുവരുന്നത്. ഞാൻ ഇവിടെ 2.5 ലക്ഷത്തോളം വണ്ടിക്ക് ഇട്ടതാണ് പൈസ. എന്നിട്ട് ആ വണ്ടി അവർ പിടിച്ചോണ്ട് 3 TC ഉള്ളപ്പോൾ പിടിച്ചോണ്ട് പോയി. നമ്മളിവിടെ 500 വീതം അത് അവർ ഏറ്റുന്നു പോയി. എൻ്റെ കയ്യിൽ നിന്ന് ആ വണ്ടി കൊണ്ടുപോയി അവർ. പക്ഷെ ഞാൻ പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടും അവർ എൻ്റെ കയ്യിൽ നിന്നല്ല, വേറെ എടുത്ത് പണയം ഓടാൻ കൊടുത്തതാണ്. അയാളുടെ കയ്യിൽ നിന്നാണ് കൊണ്ടുപോയത്. ഞാൻ 30,000 അവനെ കൊടുക്കാണ്ടും ഞാൻ കടം മേടിച്ച് കൊടുത്തു. അത്രയേ ഉള്ളൂ എൻ്റെ കാര്യങ്ങൾ. മോളെ കഷ്ടപ്പെട്ട് ഇതിനകത്ത് പഠിപ്പിച്ച സിംഗിളിൻ്റെ ബിക്കോക്കെ പഠിപ്പിച്ച് തന്നെ കെട്ടിച്ചു വിട്ടത്. ഈ കച്ചവടം ചെയ്ത അന്ന് നടന്ന കച്ചവടമായിരുന്നു. എനിക്കിപ്പം പഴയ പോലെ നടക്കാൻ വയ്യ, അന്ന് വയ്യാത്തതുകൊണ്ട്. ബാസ്കറ്റിനകത്തായിരുന്നു കച്ചവടം. ഇപ്പം ഞാൻ ഇവിടെ ഇന്ന് കച്ചവടമാണ്. 2,60,000 രൂപ ഞങ്ങൾ മുടങ്ങാതെ അടച്ചതാണ്. ഈ 34/10 ഇതുവരെ ഒരു CC പെൻഡിങ് ഇല്ല. ആ പൈസ അടച്ചാൽ ഇവർ 3 പേര് ചേർന്നിട്ട് അഹങ്കാരം കൊണ്ട് പിടിച്ചോണ്ട് പോയതാണ് ഈ വണ്ടി. ഷാറോൺ എന്ന് പറയുന്ന വ്യക്തി, അവരും ജീമോനും കൂടെ ചെന്ന് അവനെ മദ്യം ഓർഡറായി ഇരുന്ന് അവനെ മദ്യമിപ്പിച്ചിട്ട് അവനെ കൊണ്ട് ഒപ്പിടിച്ചിട്ട് റിസീവറിനകത്ത് ഈ സാധനം അവരെ പ്രിൻ്റ് ചെയ്തുകൊണ്ട് പോയതാണ്. ബുക്കും പേപ്പറും വണ്ടിക്കകത്തിരുന്ന പൈസയും ഡ്രൈവറെ തള്ളിയിട്ടിട്ടായി ഈ വണ്ടി CNG വണ്ടി കൊണ്ടുപോയത്. എൻ്റെ പേര് രാജുവാണ്. ഞാൻ പരവൂരാണ് താമസിക്കുന്നത്. ഇവിടെ കിണറിൻ്റെ പണിയാണ്. ഇതെനിക്കറിയാവുന്നത്. ഇതിന് പാവം പിടിച്ചാൽ ഈ വെയിൽ തിരിഞ്ഞ് 1-2 മൊത്തം വിൽക്കുകയും അവരെ കയ്യിൽ നിന്ന് ആ വണ്ടിയൊക്കെ പിടിച്ചുകൊണ്ട് വലിയൊരു കഷ്ടമാണ്, തലവേദനയാണ്. അത്ര അത് ചെയ്തത് മോശമാണ്. കാര്യത്തിൽ ആ പാവം പിടിച്ച് വെച്ച് അവിടെ വെച്ചു പോകും. അത് ഒരാൾ ജീവിക്കാനും വേണ്ടി ആ കൊച്ചിനെ എന്തിനാ ദ്രോഹിക്കുന്നത്? എൻ്റെ സഹോദരിക്ക് ഇത്രയും ബുദ്ധിമുട്ട്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അത് ചൂട് കൂടുന്നത് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കേൾക്കാം. ഹലോ, ഞാൻ ഡോക്ടർ പ്രത്യുഷ. ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾക്കിപ്പോൾ ഫേസ് ചെയ്യുന്ന ക്ലൈമറ്റ് ക്രൈസിസും ദിനം പ്രതി ചൂട് കൂടി വരുന്ന കാര്യമായിട്ടുള്ള സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും അതിനെ എങ്ങനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാമെന്നുള്ള കാര്യത്തിനെ പറ്റിയാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ ചൂട് കാരണം എന്തൊക്കെ അസുഖങ്ങളാണ് വരാവുന്നത്? പിന്നെ എല്ലാവർക്കും അറിയാം ചൂടുകുരു. അത് സർവ്വസാധാരണം എല്ലാവരിലും കാണാറുള്ള ഒരു കാര്യമാണ്. അത് കൂടാണ്ട് ചൂട് കാരണം വേറെ നമുക്ക് വരാവുന്നതാണ് സൂര്യാഘാതം, മസിൽ പിടുത്തം, അമിതമായ ക്ഷീണം, തലകറക്കം, ഹീറ്റ് സ്ട്രോക്ക് എന്നിവയാണ് നമുക്ക് ചൂട് കാരണം വരാവുന്ന കുറേ അസുഖങ്ങൾ. ഇപ്പോൾ നമ്മൾ CDCയുടെ ഗൈഡ് ലൈൻസ് നോക്കുകയാണെങ്കിൽ കൂടിയും ദിവസത്തിൽ രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 4 മണിയുടെ വെയിൽ കഴിവതും എല്ലാവരും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. കാരണം UV 10 കൂടുതലാണെന്നാണ് ഇപ്പോൾ അറിഞ്ഞു വരുന്നത്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാതെ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ്, പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് ഇൻ കേസ് ഈ ഒരു സമയത്ത് പുറത്തിറങ്ങുകയാണെങ്കിൽ നല്ലതുപോലെ വെള്ളം കുടിക്കുക, ദേഹം തണുത്തിരിക്കുക എന്നൊക്കെ നമുക്ക് ഏകദേശം ഉറപ്പുണ്ട്. എന്നിട്ട് കോട്ടൺ തുണി, നല്ല ലൂസായിട്ടുള്ള കോട്ടൺ തുണികൾ ധരിക്കുക. പുറത്തിറങ്ങുകയാണെങ്കിൽ ഫിസിക്കൽ ബാരിയർ ആയിട്ടുള്ള കുടയോ അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഉടുപ്പോ, ലൂസായിട്ടുള്ള കോട്ടൺ ലൈറ്റ് കളർ ക്ലോത്ത്സ് അങ്ങനെയുള്ള ഇടുക, സൺസ്ക്രീൻ ഇടുക. ഇനി പുറത്തുനിന്ന് വന്നാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ശരിക്കും വീർക്കുന്നവർ, നല്ലോണം വീർത്ത് വെള്ളം ദേഹത്തിന് പോകുന്നവരാണെങ്കിൽ സാധാ വെള്ളം കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഉപ്പും പഞ്ചസാര ഇട്ട വെള്ളമോ അല്ലെങ്കിൽ ORSO സംഭാരോ അങ്ങനത്തെ ഉള്ള പാനീയങ്ങളാണ് ഏറ്റവും നല്ലത്. അല്ലാത്ത പക്ഷം വെള്ളമെങ്കിലും നല്ലതുപോലെ കുടിച്ചാൽ മതി. പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഈ ചൂടത്ത് നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളെ, മുതിർന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുള്ളവരെ കാറിൻ്റെ ജനലുകൾ തുറന്നിട്ടിട്ടാണെങ്കിൽ കൂടിയും അതിനകത്തിട്ട് ഇരുത്തിയിട്ട് പോകാതെ നോക്കുക. കാരണം ഈ 3 വിഭാഗക്കാരാണ് ഏറ്റവും നമ്മുടെ ഇടയിൽ വൾണറബിൾ ആയിട്ടുള്ളവർ. ഇവർക്ക് ഈ ചൂട് നമ്മളെക്കാൾ കൂടുതൽ ബാധിക്കുകയും പെട്ടെന്ന് അവശതയിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇനി ചൂട് കൂടുതൽ കാരണം വരുന്ന രോഗങ്ങളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നല്ലോണം വീർക്കുക എന്ന് വിചാരിച്ചു. ഇത് കാരണം ആദ്യം നമുക്ക് സംഭവിക്കാൻ പോകുന്ന എന്താണ്? സ്വാഭാവികമായിട്ടും ഡീഹൈഡ്രേഷൻ. അതായത് നമ്മുടെ ദേഹത്തിൻ്റെ വെള്ളത്തിൻ്റെ അളവ് നല്ലപോലെ കുറയുമ്പോൾ അടുത്ത് വരുന്നതാണ് തലവേദന വരാം, അമിതമായ ക്ഷീണം വരാം, ദേഹാസ്വാസ്ഥ്യം വരാം, കൈകാലുകൾക്ക് തളർച്ച വരാം, ഓർക്കാനം, ഛർദി എന്നിവയൊക്കെയാണ് ആദ്യമേ നമ്മൾ കാണുക. ഇതൊക്കെ കണ്ടിട്ടും നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുകയോ തണലത്ത് മാറി നിൽക്കാതിരിക്കുകയോ ആവശ്യത്തിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് വരുന്നതാണ് കുറച്ചുകൂടെ കാഠിന്യമുള്ള അവസ്ഥകൾ. അതായത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുക, ബോധക്കുറവ്, തലകറക്കം, ദേഹം ഒന്നാകെ, നമ്മുടെ ദേഹം ഇച്ചിരി വീർത്തിട്ട് തണുത്തിരിക്കുന്ന ദേഹമാണെങ്കിൽ അത് ഒന്നാകെ ദേഹം മൊത്തത്തിൽ ചൂടാകുക, ഒട്ടുമേ വിയർക്കാതെ ദേഹം ഡ്രൈ ആയി ചൂടായി ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോവുക. ഈ ഒരു അവസ്ഥയാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പോൾ പേഷ്യൻ്റ്, അതായത് ഇങ്ങനെ ആകുന്നൊരു വ്യക്തി ബോധരഹിതനാവുകയും
പിന്നെ വേറൊരാളുടെ സഹായത്തോടെ നമുക്ക് ആളെ തിരിച്ചു കൊണ്ടുവരാനും പറ്റുള്ളൂ. ഇങ്ങനൊരാളെ നമ്മൾ പുറമെ കണ്ടാൽ എന്താണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്? ആദ്യമേ തന്നെ ഈ ഒരു വ്യക്തിയെ ഒരു തണലത്തേക്ക് മാറ്റുക. അതായത് ഒരു തണുപ്പുള്ളിടത്ത് പറ്റുമെങ്കിൽ AC ഫാനോ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. അല്ലെങ്കിൽ ഒരു തണലത്തേക്ക് മാറ്റി ദേഹത്ത് കിടക്കുന്ന കട്ടിയായ വസ്ത്രങ്ങളെല്ലാം മാറ്റുക. കട്ടിയായ വസ്ത്രങ്ങളെല്ലാം മാറ്റി ദേഹത്ത് കുറച്ച് വെള്ളം തളിച്ച് നല്ലോണം കാറ്റ് വീശുക, ഫാൻ അടിച്ച് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഐസ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ഐസ് കഴുത്തിലോ കക്ഷത്തിലോ ഒക്കെ വെച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ബോധം ഒരല്പമെങ്കിലും ഉണ്ടെങ്കിൽ ആവശ്യത്തിന് നല്ലതുപോലെ വെള്ളമോ അല്ലെങ്കിൽ ഏറ്റവും മികച്ചത് ORS കൊടുക്കുകയാണ്. ORS, വെള്ളം എന്നിവ കൊടുത്തിട്ട് എത്രയും വേഗം ഈ ഒരു വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഇത്രയൊക്കെ പറഞ്ഞത് എല്ലാവർക്കും സഹായകമാകും എന്ന് കരുതുന്നു. താങ്ക് യു. വീടിനുള്ളിൽ കഴിഞ്ഞാലും ചൂട് കാരണം എല്ലാ സമയവും ഫാൻ ഉപയോഗിക്കേണ്ടി വരുന്നു. പലരും AC ഉപയോഗിക്കുന്നതിനാൽ വൈദ്യുതി ഉപയോഗവും വളരെ കൂടുന്നു. അങ്ങനെ വൈദ്യുതി ബിൽ കൂടുന്നത് മൂലം സാമ്പത്തിക നഷ്ടവും ഉണ്ടാകുന്നു. കുട്ടികൾക്ക് വീടിനുള്ളിൽ തന്നെ കഴിയേണ്ട അവസ്ഥയാണ്. പുറത്തിറങ്ങി കളിക്കാൻ പറ്റാത്തത് കാരണം വീഡിയോ ഗെയിമുകൾ, TV, മൊബൈൽ എന്നിവയുമായി ഒതുങ്ങേണ്ടി വരുന്നു. പകൽ സമയം 10 മുതൽ 3 വരെ പുറത്തിറങ്ങേണ്ട എന്ന നിർദ്ദേശം ഉണ്ടെങ്കിലും തൊഴിലാളികളെ സംബന്ധിച്ച് ജീവിതം മുന്നോട്ട് പോകാനായി അവർ കൊടും ചൂടിൽ പണിയെടുക്കേണ്ടി വരുന്നു. ഇത് അവർക്ക് ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ചൂടിനോടൊപ്പം പൊടിപടലങ്ങളും കാറ്റും അസ്വസ്ഥതകൾ തീവ്രമാക്കുന്നു. എൽ നിനോ പ്രതിഭാസം മൂലം ഈ വർഷം വരണ്ട കാലാവസ്ഥയായിരിക്കുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. അതിശക്തമായ വേനൽ മഴ ലഭിച്ചാൽ മാത്രമേ കഠിനമായ ചൂടിൽ നിന്നും അതുമൂലമുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ നിന്നും മോചനം ലഭിക്കുകയുള്ളൂ.